എന്നാൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. 12-ാം തീയതി കോടതി ശിക്ഷ വിധിക്കും. ജാമ്യത്തിലുള്ള പ്രതികളെ കോടതിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റി. മറ്റു പ്രതികളായ ചാർലി തോമസ്, മേസ്തിരി സനിൽ, ശരത് എന്നിവരെയും കേസിൽ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, വിയൂർ ജയിലിലേക്കാണ് പ്രതികളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇനി എന്തൊക്കെ നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്? മറ്റ് നടപടിക്രമങ്ങളില്ല. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതോടുകൂടി ഇവരെ ജയിലിലേക്ക് മാറ്റും. അതിനുശേഷം 12-ാം തീയതി തിരിച്ച് ഈ കോടതിയിലേക്ക് തന്നെ എത്തിക്കും. അതിൽ ശിക്ഷയിന്മേലുള്ള വാദം നടക്കും. തുടർന്ന് കോടതി ഉത്തരവ് പറയും. ഇവർക്കൊക്കെ എത്ര വർഷമാണ് ശിക്ഷ എന്നത് സംബന്ധിച്ചു. പരമാവധി ലൈഫ് വരെ കൊടുക്കാനുള്ള വകുപ്പുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ ഗ്യാങ് റേപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഈ ആക്ഷനിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. അവരെയാണ് കോടതി ഇപ്പോൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണിയാണ് നടിയെ തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി പോയത്. ആ കാറിൻ്റെ ഡ്രൈവറായിരുന്നു. അതോടൊപ്പം തന്നെ മണികണ്ഠൻ, വിജീഷ്, കൂടാതെ ഈ പറയുന്നത് പോലെ പ്രദീപും സലീമും, അങ്ങനെയാണ് 6 പ്രതികളുള്ളത്. കറുകുറ്റി മുതൽ ഫോളോ ചെയ്തത് പൾസർ സുനിയും മണികണ്ഠനും വിജീഷുമാണ് നടിയുടെ വാഹനത്തെ ഫോളോ ചെയ്തത്. അങ്ങനെ അത്താണിയിൽ വെച്ച് ഒരു ആക്സിഡൻറ്റ് നാടകം സൃഷ്ടിക്കുകയാണ്. അപ്പോഴും ഈ ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്നത് മണികണ്ഠനും വിജീഷും പൾസർ സുനിയുമാണ്. തുടർന്നാണ് ടെമ്പോ ട്രാവലറിലേക്ക് പിന്നീട് പ്രദീപും സലീമും വന്ന് കയറുന്നത്. എന്തായാലും പ്രതികൾക്കെതിരെ 12ഓളം വകുപ്പുകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഈ പറയുന്നത് പോലെയുള്ള ഗൂഢാലോചന, കൂടാതെ ഇത്തരത്തിൽ സ്ത്രീക്ക് നേരെ നടത്തുന്ന ആക്രമണം, തെളിവ് നശിപ്പിക്കൽ, അതുൾപ്പെടെയുള്ള അതൊരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു എഫർട്ട് ഒരു കുറ്റകൃത്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പൊതു ബാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരിൽ നിക്ഷിപ്തമാകും. ഇതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങൾ പകർത്തി IT ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്. അതിൽ ഓരോന്നിലും കോടതി ശിക്ഷ പറയും. അതിലാണ് ഈ ഗ്യാങ് റേപ്പ് പ്രധാനപ്പെട്ട ഒരു കുറ്റമായി നിലനിൽക്കുന്നത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരിക്കും കോടതി വിധി പറയുക. എന്തായാലും ഈ സൂചിപ്പിച്ചതുപോലെ ഇവർ നടത്തിയ ആക്ഷൻ, അതായത് ഈ പറയുന്ന കറുകുറ്റി മുതൽ, തൃശ്ശൂരിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് നടി, കറുകുറ്റി മുതൽ ഫോളോ ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ 11 മണിയോടുകൂടി ഈ ലാലിൻ്റെ വീടിന് സമീപം നടിയെ ഇറക്കി വിടുന്നു. അവിടെ വരെ നടന്ന കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കോടതി ഇപ്പോൾ കണ്ടെത്തുകയും ആ കുറ്റകൃത്യം നടന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ശിക്ഷ. പക്ഷേ ഇപ്പോഴും പൾസർ സുനി എന്തിനാണ് ഇത് ചെയ്തത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമായിട്ടില്ല. കാരണം പൾസർ സുനി പല സെറ്റുകളിലും ഇത്തരത്തിൽ വാഹനം ഓടിക്കാൻ എത്തിയിട്ടുണ്ട്, സിനിമാ സെറ്റുകളിൽ. മാത്രമല്ല ഗോവയിലടക്കം, പ്രോസിക്യൂഷൻ കേസ് തന്നെ ഗോവയിലടക്കം വാഹനം ഓടിക്കാൻ എത്തുകയും അവിടെ വെച്ച് ആക്രമണത്തിന് പദ്ധതിയിടുകയും ഒക്കെ ചെയ്തു എന്നതാണ്. പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് ഇത് കാര്യം ചെയ്തു എന്നത് സംബന്ധിച്ചുള്ള ഉത്തരം കിട്ടണമെങ്കിൽ ആരതിന് സമാധാനം പറയും? പണമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എത്ര പണവും ഞാൻ തരാം, എന്നെ വെറുതെ വിടണം എന്ന് സിനിമാ അഭിനേത്രിയായ ആ പെൺകുട്ടി പറഞ്ഞതാണ്. അപ്പോൾ പണത്തിന് വേണ്ടിയാണെങ്കിൽ റേപ്പ് എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പണം വാങ്ങാമായിരുന്നു. അതല്ല ചെയ്തത്. അപ്പോഴും പറയുന്നത് ഞാനും ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്നായിരുന്നു. അതെ, അപ്പോൾ അതൊക്കെ കോടതിക്ക് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. കോടതിയുടെ ബോധ്യത്തിലാകാം വിധി പറഞ്ഞിട്ടുണ്ടാവുക. മേൽക്കോടതി ഇതേ ബോധ്യത്തിൽ തന്നെയാണോ നിൽക്കുക എന്നുള്ളത് മേൽക്കോടതിയിൽ കേസ് വരുമ്പോൾ നമുക്കറിയാം.